നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. മുംബൈ ഇന്ത്യൻസ് തകർപ്പൻ ജയം നേടിയിരിക്കുകയാണ്. 221 റൺസിൻ്റെ വിജയലക്ഷ്യം വെറും 4 വിക്കറ്റ് നഷ്ടത്തിൽ 19.1 ഓവറിൽ അടിച്ചെടുത്തിരിക്കുകയാണ്. 5 പന്ത് ബാക്കിയായിരുന്നു. ഇത്രയും വലിയ വിജയലക്ഷ്യം, ഇത്രയും വലിയ കൂറ്റൻ സ്കോർ പിന്തുടർന്നിട്ടും ജയിക്കാൻ എന്ന അവസ്ഥയിൽ 5 പന്ത് ബാക്കിയായിരുന്നു. അത് ചെറിയ കാര്യമല്ല. അത് പ്രത്യേകിച്ച് അവരുടെ ഓപ്പണിങ്ങിൽ 148 റണ്ണാണ് രോഹിത് ശർമ്മയും റയാൻ റിക്കിൾട്ടനും കൂടി ചേർന്ന് എടുത്തത്. അത് വലിയ 221 പോലെ ഒരു സ്കോർ പിന്തുടരുമ്പോൾ ആ വിജയലക്ഷ്യമായി ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ ഗംഭീര പെർഫോമൻസ് ഓപ്പണേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് മുംബൈക്ക് കിട്ടി. രോഹിത് ശർമ്മ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പൂർണ്ണമായും ഉപയോഗിച്ചു. റയാൻ റിക്കിൾട്ടൻ കഴിഞ്ഞ IPL അദ്ദേഹത്തിൻ്റെ ഗംഭീര പെർഫോമൻസ് ഇവിടെയും തുടരുകയാണ്. റിക്കിൾട്ടൻ 81 രോഹിത് ശർമ്മ 78 റണ്ണെടുത്തു. ഓപ്പണർമാർ ഇത്ര വലിയ ഭൂരിഭാഗം ഒരു 70% കളിയും കളിച്ചതോടുകൂടി ജോലിയും തീർത്തതോടുകൂടി പിന്നീട് വരുന്നവർക്ക് അത് ഫിനിഷ് ചെയ്യാനുള്ളൊരു പണിയേ ഉണ്ടായിരുന്നുള്ളൂ. അതവർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ വലിയ വിജയം തന്നെയാണത്. കാരണം ആദ്യഘട്ടത്തിൽ ആദ്യ ഇന്നിങ്സിൽ കൊൽക്കത്ത 220 റൺ അടിച്ചപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടാകും മുംബൈക്ക് എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഒട്ടും ബുദ്ധിമുട്ടില്ല, ഇതൊക്കെ അനായാസം മറികടക്കാവുന്നതേ ഉള്ളൂ എന്ന നിലയിലാണ് രോഹിത് ശർമ്മയും റിക്കിൾട്ടനും കളിച്ചത്. നമ്മൾ വേറൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ രണ്ടാം നിര ബൗളിങ്ങായിട്ടാണ് കൊൽക്കത്തയ്ക്ക് ഇറങ്ങേണ്ടി വന്നത്. കാരണം കളി IPL തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹർഷിത് റാണയും ആകാശ്ദീപ് സിംഗും അവരുടെ മുൻനിര ബൗളർമാരാണ് രണ്ടുപേരും പരിക്ക് കാരണം പുറത്തായി. രണ്ടുപേരും ഈ സീസണിൽ ഒരു കളിയും കളിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പ് വന്നു. ഇതോടുകൂടി അവർ രണ്ടാം നിരയിലേക്ക് പോകേണ്ടി വന്നു. ഇപ്പോൾ കാർത്തിക് ത്യാഗിയൊക്കെ പോലെ തീർത്തും പുതുമുഖം. വൈഭവ് അറോറ കഴിഞ്ഞ 2-3 IPL നന്നായി ബോൾ ചെയ്യുന്നുണ്ട്, പക്ഷേ പോരാ, ഈ നിലയിൽ വെല്ലുവിളിയാകുന്നില്ല. പിന്നെ നമുക്കറിയാവുന്നത് 2 പേർ വരുൺ ചക്രവർത്തിയും സുനിൽ നരേനുമാണ്. അതിൽ വരുൺ ചക്രവർത്തി 2020 ലോകകപ്പിൽ തന്നെ തീർത്തും മോശം പ്രകടനമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി. അപ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം ഒട്ടും ഫോമിലല്ല. സുനിൽ നാരായണനാണെങ്കിൽ പഴയ ഒരു മിടുക്കോ പ്രതിഭയൊന്നും കാണിക്കുന്നില്ല, അതൊരു സത്യമാണ്. അപ്പോൾ എന്തുകൊണ്ടും അജിങ്ക്യ രഹാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ക്യാപ്റ്റന് വലിയ വെല്ലുവിളിയായിരുന്നു ഈ ബൗളർമാരില്ലാത്തത്. പിന്നീട് ഹർഷിത് റാണയ്ക്ക് പകരം വന്ന മുസറബാനിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. മുസറബാനിയുടെയൊക്കെ ആദ്യത്തെ IPL വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹമൊക്കെ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു ബൗളറാണ്, വലിയ അനുഭവ സമ്പത്തൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇന്ത്യൻ കണ്ടീഷൻസിൽ ബൗൾ ചെയ്ത് അത്ര പരിചയമില്ല. അപ്പോൾ അതൊക്കെ വലിയ തോതിൽ തിരിച്ചടിയുണ്ട്. ബൗളിങ് തന്നെയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പിന്നിലേക്ക് ആക്കിയത്, ലെറ്റ് ഡൗൺ ചെയ്തത്. കാരണം 220 വലിയ സ്കോറാണ്. അത് നല്ലൊരു ബൗളിംഗ് ലൈനപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. യഥാർത്ഥത്തിൽ അതൊരു വലിയ പരാജയമാണ്. അവർ ഈ IPL നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ബൗളിംഗ് ആണ്. ഇനിയിപ്പോൾ ആരെ കൊണ്ടുവന്നാലാണ് ഈ ബൗളിംഗ് ശരിയാവുക എന്നൊരു ചിന്ത അവർക്ക് നല്ല പോലെ ഉണ്ട്. അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, ഈ കളിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ അത് സത്യമാവുകയാണ്. മുംബൈയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്പണിങ്ങും പിന്നീട് വരുന്ന സൂര്യകുമാർ യാദവ് ആയാലും തിലക് വർമ്മ ആയാലും ഹാർദിക് പാണ്ഡ്യയിലും ഒക്കെ ഗംഭീര ബാറ്റർമാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു തരത്തിലും പേടിക്കാനില്ല, ഭയപ്പെടാനില്ല ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. ബൗളിംഗ് എടുത്തു നോക്കൂ, അടി നല്ല പോലെ കിട്ടുന്ന സമയത്ത് ജസ്പ്രീത് ബുംറയാണ് യോർക്കറുകളും സ്ലോ ബോളറുകളും വെച്ച് ഭയങ്കരമായി ബോൾ ചെയ്തത്. അപ്പോൾ ബുംറയെ പോലെ ഒരു ബൗളർ അവർക്കുണ്ട്, ട്രെൻഡ് ബോൾട്ട് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർക്ക് വലിയ ഗുണം ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈ നിലയിൽ മുംബൈയുടെ മുന്നിൽ കൊൽക്കത്ത തീർത്തും നിഷ്പ്രഭമായതിന് പ്രധാന കാരണം കൊൽക്കത്തയുടെ ബൗളിംഗാണ്. ആ ബൗളിംഗ് മെച്ചപ്പെടുത്താതെ ഇനി കൊൽക്കത്തയ്ക്ക് ഈ IPL എന്തെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകും, പ്രത്യേകിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു.